ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്കിംഗ് വീഡിയോസ് ആയിട്ടാണ്. നമ്മളെ സ്വന്തം ബിഗ് ബോസ് താരം അക്ബറിൻ്റെ വൈഫ് ഇട്ട ഒരു മാല ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടിപൊളിയാണ്. സാരീൻ്റെ കൂടെയും അതേപോലെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇട്ടാൽ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഗിയർ വയറാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ മാലയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ഗിയർ വയറാണ് കേട്ടോ. അതാകുമ്പോൾ കുറേ കാലം ഒന്നും ആവാതെ നിന്നോളും. ക്രിസ്റ്റൽ ടെക്കിനേക്കാളും എത്രയോ നല്ലതാണ് ഗിയർ വയർ. നമ്മൾ ഇൻവിസിബിൾ ചെയിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗിയർ വയറാണിത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റായിട്ട് ഇതേപോലത്തെ ഒരു ഡയമണ്ട് റിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 2 ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ. പിന്നെ നമ്മളെ ഈ മുത്താണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഒരു റിങ് ഇട്ട് കൊടുക്കാം, പിന്നെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കാം, പിന്നെ ബീഡ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ പുറത്ത് നല്ല റേറ്റിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പം നമുക്കിത് കുറഞ്ഞ റേറ്റിൽ വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് പുറത്തും സെയിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എല്ലാ വീഡിയോസിലും എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി ഇത് ഉണ്ടാക്കിയതാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മാല മാത്രം മതി കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. സാരിൻ്റെ കൂടെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും എടുത്ത് കാണിക്കും. പിന്നെ ഒരു അക്ബറിൻ്റെ ഒരു പരിപാടിയിൽ പിന്നെ അക്ബറിൻ്റെ വൈഫ് ഇട്ടിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഈ മാല. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇത് നമുക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണല്ലോ എന്ന്. അപ്പം നിങ്ങൾക്കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അതിൽ അവർ വെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെയാണ് വരിക. അതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് വരെ ഇതേപോലെ തന്നെ നമുക്ക് ഒരു റിങ്, പിന്നെ 2 ക്രിസ്റ്റൽ ബീഡ്, റിങ്, പിന്നെ ഈ ബീഡ്, അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ലാസ്റ്റ് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പിന്നെ ത്രെഡ് ഇടുന്ന സമയത്ത് അത് നന്നായി പിന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ മെറ്റീരിയൽസിൻ്റെ എല്ലാ റേറ്റും എൻ്റെ കാറ്റലോഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ മേക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മാല ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ത്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ത്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇതേ രീതിയിൽ കേട്ടോ. പിന്നെ ഞാനൊരു റിങ് ഇട്ടിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല. ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ് ടൈറ്റായി നിൽക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കി ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ലാസ്റ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ 2 പ്രാവശ്യം ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പിന്നെ വൃത്തിക്ക് നിന്നോളും. പിന്നെ 2 സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാം. ഗിയർ ലോക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ തന്നെ പിന്നെ വേറൊന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് നല്ല ടൈറ്റിൽ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിങ്ങിൻ്റെ ആവശ്യമില്ല. ആ റിങ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഗിയർ ലോക്കും ത്രെഡും മാത്രം മതി. ഇതേ രീതിയിൽ 2 ഭാഗത്തും നമുക്ക് ചെയ്തെടുക്കാം. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കി വന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. കണ്ടില്ലേ?
അപ്പം നല്ല റേറ്റിന് നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിച്ചിടുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് നല്ല റേറ്റിന് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, രണ്ടും സെയിം അല്ലേ, ഒരു വ്യത്യാസമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ വീട്ടിലും. അപ്പോൾ വീട്ടിലിരിക്കുന്ന ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത വീട്ടമ്മമാർക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ മോഡൽസൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. അത് ഞാൻ ഇതേപോലെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ ബീഡ്സ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത് ഞാൻ ക്രിസ്റ്റൽ ബീഡല്ല ഉപയോഗിച്ചിട്ടുള്ളത്, സാധാ ഒരു ബീഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്